ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز ഫൗസൻ അളീമ. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ നന്മകൾക്ക് അവസരം നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന കാര്യത്തിൽ ആ നന്മകളുടെ ഭാഗമായി തീരുന്ന ആർക്കും സംശയമുള്ള, എതിർപ്പുള്ള കാര്യമല്ല. നന്മകൾ അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താനും ആ നന്മകളിലൂടെ അള്ളാഹു കണക്കാക്കിയ പുണ്യം കരഗതമാക്കാനും വളരെ പ്രാധാന്യത്തോടെ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ആ നന്മ തുടങ്ങാനും ആരംഭിക്കാനും ശ്രദ്ധിക്കുക എന്നത്. വിശുദ്ധ ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആരുടെ വകയായും ഉണ്ടാക്കിയ ഒരു തത്വമല്ല, ഒരു നിർദ്ദേശമല്ല അത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ നന്മ ഞാൻ ആരംഭിക്കുന്നു, ഈ നന്മയുടെ ഭാഗമായി ഞാൻ മാറുന്നു, ഈ നന്മയെ ജീവിതവുമായി ചേർത്ത് വെക്കുന്നു എന്നുള്ളത്. പല സന്ദർഭങ്ങളിലും ബിസ്മില്ല എന്ന് നാം പറയാറുണ്ട്. വളരെ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വിഷയ സംബന്ധമായി നാം എല്ലാവരും അറിയേണ്ടതും ഓർക്കേണ്ടതായിട്ടുമുണ്ട്. എന്തിനാണ് ബിസ്മില്ല, അല്ലാഹുവിൻ്റെ നാമത്തിൽ? ആ രീതി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിൽ കാണാം, മുസ്തഈനൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുകയാണ്.
നന്മയുടെ വലിപ്പമല്ല, സമയമല്ല പ്രശ്നം, മറിച്ച് ആത്മാർത്ഥമായി ആ നന്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അത് റബ്ബിൽ നിന്ന് കിട്ടണം. ആരോഗ്യമുണ്ട്, സമയമുണ്ട്, അവസരങ്ങൾ എമ്പാടുമുണ്ട്. അതെല്ലാം കാരണങ്ങളാണ്, നിമിത്തങ്ങളാണ്. ആ നിമിത്തങ്ങളെ ഉപയോഗപ്പെടുത്തി നന്മയെ സ്വന്തമാക്കാൻ, സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് സഹായം നിർബന്ധമാണ്. ആ സഹായം കിട്ടണമെന്ന ആഗ്രഹമാണ് ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. രണ്ടാമത്തേതോ മുൽത്തമിസം അൽ ബറക്ക, നമുക്ക് ബറക്കത്ത് കിട്ടണം. ഏതൊരു നന്മയുടെ ഭാഗമാകുമ്പോഴും നാം ആഗ്രഹിക്കേണ്ടത് ഇതിലൂടെ പുണ്യം നേടാൻ കഴിയണം. വെറുതെ ഒരു വേലയായി, ഒരു പണിയായി ഇത് മാറ്റപ്പെടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കോടതിയിൽ നന്മകളുടെ പട്ടികയിൽ ഇതിനെ കാണാൻ സാധിക്കണം. അതാണ് ബറക്കത്ത് എന്നതിൻ്റെ താല്പര്യം. ചിലപ്പോൾ നമുക്ക് സമയം കുറച്ചായിരിക്കും. ആ കുറഞ്ഞ സമയത്തിനകം ഈ നന്മയെ പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീഖ് ലഭിക്കണം. സമയം ധാരാളമുണ്ടാകും എന്ന് കരുതി പല നന്മകളും പാഴായി പോകുന്ന, നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സമയം എത്രയുണ്ടെങ്കിലും നന്മകളെ സമയത്തിലൊതുക്കി ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമത്തിൽ ആരംഭിക്കണം എന്ന് പ്രത്യേകം നമ്മെ ഉണർത്തിയത്. മറ്റൊരു വിഷയം നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണോ? അനുവദിക്കപ്പെട്ടതാണോ? നബിചര്യയുടെ ഭാഗമാണോ? ഏത് രൂപത്തിലാണ് ഈ കാര്യത്തെ മനസ്സിലാക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിശദീകരണം മഹാനായ ഇബ്നു ബത്വാൽ റഹിമഹുല്ലാ പറഞ്ഞ വിശദീകരണമാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന തസ്മിയ ഇൻദ ഇബ്തിദാഇ കുല്ല അമൽ, ഏതൊരു പ്രവൃത്തിയും ആരംഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുക എന്നത് മുസ്തഹബ്ബുൻ, സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുകം ബിഹാ, ആ നന്മ കൊണ്ട് ബറക്കത്ത് കിട്ടാൻ, വസ്തിശ്ആറൻ അന്നല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുയസ്സിറു ലിദാലിക്കൽ അമൽ വൽ മുഈനു അലൈഹി, നമുക്ക് അനുഭവിക്കാൻ കഴിയണം, നമുക്ക് മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയണം. എൻ്റെ റബ്ബ് എളുപ്പമാക്കിയത് കൊണ്ട്, സഹായിച്ചത് കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഏതിലൂടെ? ബിസ്മില്ലാ എന്ന് പറയുന്നതിലൂടെ. അനുവദിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് പാഠമായി കിടക്കുന്ന ഒരു കാര്യമാണ് ഏതൊരു നല്ല കാര്യവും ബിസ്മില്ലാ, ആ രീതിയിൽ ആരംഭിക്കുക. മൂന്നാമത്തെ വിഷയം നോക്കൂ നിങ്ങൾ. അതിൻ്റെ ഉച്ചാരണത്തെ എളുപ്പത്തിലാക്കി, ലളിതമാക്കി തന്നു ഇസ്ലാം. യഥാർത്ഥത്തിൽ ബിസ്മില്ലാ എന്നാണ്. ബാ കഴിഞ്ഞാൽ ഒരു അലിഫ് അവിടെയുണ്ട്. ബിസ്മില്ലാ, എല്ലാ സമയത്തും ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറയലാണോ എളുപ്പം? അതല്ല, ആ അലിഫിനെ ഒഴിവാക്കപ്പെട്ട് ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറയലാണോ എളുപ്പം? ഒരു സംശയവുമില്ല, ബിസ്മില്ലാ അതാണ് നമുക്ക് എളുപ്പം. ആ എളുപ്പം എന്തുകൊണ്ടാണ് അറബി ഭാഷാ നിയമത്തിൽ ഈ ബിസ്മി എഴുതുന്നിടത്ത്, അത് ഉപയോഗിക്കുന്നിടത്ത് ഉണ്ടായത്? മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു, ലിഅന്നൽ ഇസ്തിഅമാല ഇന്നമാ കസുറ ഫീഹി എന്നാണ്. ഒരു ദിവസം ഒരുപാട് തവണ ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രയാസമുണ്ടാകാൻ പാടില്ല. അവിടെ എളുപ്പം നൽകുകയാണ്, ആശ്വാസം നൽകുകയാണ്.
ആ അലിഫിനെ ഭാഷാപരമായി ഒഴിവാക്കാനുള്ള ഒരു അനുമതി, ഇളവ് അവിടെ നമ്മൾ കാണുകയാണ്. ഇനിയോ നാലാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. അത് ഏത് രൂപത്തിലാണ് എഴുതേണ്ടത്, പറയേണ്ടത്? അവിടെയും ഇസ്ലാമിൻ്റെ നിർദ്ദേശമുണ്ട്. ഒരാൾക്ക് നമ്മൾ ഒരു കത്ത് മാർഗേണ സന്ദേശം കൈമാറുകയാണ്. ഒരു കത്തെഴുതി മാന്യമായ നിലക്കുള്ള പരാതി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കൈമാറുകയാണ്. രണ്ട് ടീമുകൾ തമ്മിലുള്ള മാന്യമായ നിലക്കുള്ള കരാറുകൾ എഴുതുകയാണ്. ഒരു കാർഡ് രൂപത്തിൽ സന്ദേശം കൊടുക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യം, സന്ദർഭം പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൂർണ്ണമായും എഴുതണം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിടത്ത് അത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരാർ എഴുതിയ സന്ദർഭങ്ങൾ, രാജാക്കന്മാർക്ക് കത്തെഴുതിയ സന്ദർഭങ്ങൾ, അവിടെയെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൂർണ്ണമായി എഴുതിയിട്ടുണ്ട്. എന്നാലോ പ്രാർത്ഥനയിലൂടെ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ അവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. പ്രാർത്ഥനകളിൽ അധികവും ബിസ്മില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രവൃത്തി ആരംഭിക്കുന്നു, ആ സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകിയിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെയും അത് ഉൾക്കൊള്ളുകയാണ്. ബിസ്മിർ റഹ്മാൻ, ബിസ്മിർ റഹീം അങ്ങനെ പ്രത്യേകം പറയേണ്ടതില്ല. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ തന്നെ പരമകാരുണികനായ, കരുണാനിധിയായ, എല്ലാം പൊറുക്കുന്ന, എല്ലാവരെയും സൃഷ്ടിച്ച, ഏറെ സ്നേഹിക്കുന്ന, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളെയും ബിസ്മില്ല എന്ന് പറയുമ്പോൾ തന്നെ ഉൾക്കൊള്ളത്തക്ക രൂപത്തിലാണ് ആ കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രധാനമായും 5 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ഏറ്റവും കൂടുതലായി അതുമായി ബന്ധപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് എന്ന നിലക്ക് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളെല്ലാവരും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, എത്ര അവസരങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനുള്ളതായി, ജീവിതത്തിൽ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് ഒരു സമ്മാനമായി, ഒരു വലിയ കരുതലായി, ഒരു വലിയ കാവലായി നമുക്ക് തന്നത്. അതെല്ലാം അവഗണിച്ചുകൊണ്ട്, അതൊന്നും പരിഗണിക്കാതെ സ്വന്തം കഴിവാണ്, സ്വന്തം ശേഷിയാണ്, സ്വന്തം തീരുമാനമാണ്, ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഞങ്ങൾ കണക്ക് കൂട്ടിയതാണ്, ഞങ്ങൾ വിചാരിച്ചതാണ് എന്ന ഭാവത്തിൽ നടക്കുന്ന പൈശാചികമായ മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കുന്ന എത്ര ആളുകൾ സമൂഹത്തിലുണ്ട്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മളുമായി മാത്രം, സ്വന്തം ശരീരം, സ്വന്തം കുടുംബം, സ്വന്തം വീട്, സ്വന്തം വാഹനം, സ്വന്തം സൗകര്യങ്ങൾ, സ്വന്തം സംവിധാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് മാത്രം നാം സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ പ്രാർത്ഥനകളെ മാത്രം എടുക്കുക, വേറൊന്നും എടുക്കണ്ട. ആ പ്രാർത്ഥനകളെ മാത്രം എടുത്താൽ ആശ്ചര്യപ്പെട്ടു പോകും. അതിശയിപ്പിക്കുന്ന രൂപത്തിലാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ. ഇതാർക്ക് വേണ്ടിയാ? ഇതാർക്ക് വേണ്ടിയാ? കേവല മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്കല്ല, അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച, ഏതു ഘട്ടത്തിലും എൻ്റെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന ബോധ്യം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ സഹോദരങ്ങളെ അനിവാര്യമായും ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ വീട് വിട്ട് പലപ്പോഴും നമുക്ക് പോകേണ്ടി വരാറുണ്ട്. അയൽവാസിയുടെ വീട്ടിലേക്ക്, അങ്ങാടിയിലേക്ക്, ജോലിസ്ഥലത്തേക്ക് എന്നും നമ്മൾ വീട് വിട്ട് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാഹ്, ആ വീട് വിട്ടിറങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടത് ബിസ്മില്ലാ.
തീർന്നില്ല, തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്തിനും കഴിവുള്ളവൻ ശക്തിയുള്ളവൻ അല്ലാഹയാണ്. ഇത് പ്രാർത്ഥിച്ചു പോകണം എന്നാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ എന്താണ് കിട്ടുക? അതാണ് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതേ വീട്ടിലേക്ക് നമ്മൾ ആവശ്യം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പല മനസ്സോടുകൂടിയാണ് നമ്മൾ വരിക. ഏത് മാനസികാവസ്ഥയിലായിരുന്നാലും വീടിൻ്റെ അകത്ത് സമാധാനമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വലജിന, പ്രവേശിക്കുകയാണ്. വബിസ്മില്ലാഹി ഖറജിന, അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്, അല്ലാഹുവിൻ്റെ നാമത്തോടെയാണ് പുറപ്പെട്ടത്. വഅലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേൽ, വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ, ഞങ്ങളെ റബ്ബായ അല്ലാഹുവിൽ ഞങ്ങളിതാ തവക്കുലാക്കുന്നു. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ വീട്ടിൽ വന്നു, നമുക്കെന്തെങ്കിലും കഴിക്കണം, നമുക്കെന്തെങ്കിലും കുടിക്കണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം? നിങ്ങൾ കഴിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും അല്ലാഹുവിൻ്റെ നാമത്തിലാകട്ടെ. ഇദാ അകല അഹദുക്കും ഫൽയദ്കുർ ഇസ്മല്ലാഹ്, എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിച്ച് അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ച് അതിൽ നിന്ന് വാരി വലിച്ച് തിന്നുകയല്ല. ആവശ്യമുള്ളത് തിന്നാം, കുടിക്കാം, പക്ഷെ എന്തു വേണം? അല്ലാഹുവിൻ്റെ നാമത്തിൽ. മറക്കാൻ പാടില്ല. ആ ഭക്ഷണ തളികയിൽ ഭക്ഷണത്തോടൊപ്പം ശൈത്വാൻ ഭക്ഷിക്കുകയില്ല. നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ശൈത്വാൻ കൂടെ കയറുകയില്ല. ഇത് വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. ബിസ്മില്ലാ, അത്രയും മഹത്തായ കാര്യമായി വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ വൈവാഹിക ജീവിതത്തിന് ശേഷം ശാരീരികമായ സന്തോഷം പങ്കിടൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്? ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്നാണ്. നമ്മുടെ മനസ്സിൻ്റെ വികാരം അണപൊട്ടി പുറത്തു വരുമ്പോൾ ആ നിമിഷത്തിൽ അല്ലാഹനെ മറക്കേണ്ട ജീവിതമല്ല. നിങ്ങളുടെ ഇണയുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിയാൽ ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമത്തിൽ. അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാൻ, അല്ലാഹുവേ ഈ സന്ദർഭത്തിൽ ഈ സന്തോഷം പങ്കിടുന്ന വേളയിൽ ഞങ്ങളെ തൊട്ട് എന്നെ തൊട്ട് പിശാചിനെ അകറ്റുനാഥ, പിശാചിനെ അകറ്റുനാഥ. വിശുദ്ധ ഇസ്ലാം നമുക്ക് തന്ന ഒരു കരുതലും കാവലും എത്രയാണ് കൂട്ടരെ! ഏത് മരുന്ന് കഴിച്ചാലാണ്, ഏത് വിദഗ്ധനായ ഡോക്ടറെ കണ്ടാലാണ്, ഏത് സൈക്കോളജി പഠിച്ചവനാണ് ഇത്തരമൊരു ആശ്വാസം നൽകാൻ സാധിക്കുക? ലോകത്തിൻ്റെ റബ്ബാണ്, നമ്മൾ അറിയുന്ന, നമ്മളെ നിരീക്ഷിക്കുന്ന, നമ്മുടെ ചലനങ്ങൾ നമുക്ക് മുമ്പേ അറിഞ്ഞ അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. തീർന്നില്ല, നമുക്ക് ഒന്ന് മൂത്രിക്കണം, ഒന്ന് കാഷ്ടിക്കണം, നമ്മുടെ അനിവാര്യമായ ആവശ്യം നിറവേറണം. ആ സന്ദർഭത്തിൽ പോലും ഇസ്ലാം നമുക്ക് തന്ന സംരക്ഷണം നോക്കൂ നിങ്ങൾ. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അഥവാ ഒന്ന് കാഷ്ടിക്കേണ്ടി വന്നു, ഒന്ന് മൂത്രിക്കേണ്ടി വന്നു, സമീപത്തുള്ളവർ, അടുത്തുള്ളവർ നമ്മുടെ ഔറത്ത് കാണാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കും. നമ്മൾ രോഗിയായി കിടക്കുന്ന ഒരാളുടെ ഔറത്ത് പുറത്ത് കാണാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കും. ബാത്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട്. അവിടെ ആൺപിശാചുക്കളുണ്ട്, പെൺപിശാചുക്കളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അത് അവരുടെ ലോകമാണ്, അവരെ വീടാണ്, അവർ അവിടെയുണ്ട്. ആ പിശാചുക്കൾ നമ്മുടെ ഔറത്ത് കാണാതിരിക്കാൻ, അവിടെ ഔറത്ത് വെളിവാകും, സംശയമില്ലല്ലോ. ആ ഔറത്ത് കാണാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ദഖല അഹദുഹും അൽ ഖലാ, നിങ്ങളിൽ ആരെങ്കിലും വിസർജ്യ സ്ഥലത്ത് ബാത്റൂമിൽ പ്രവേശിക്കുകയാണെങ്കിൽ അയ്യഖൂല ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഇടത് കാല് വെച്ച് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ
സതുറു മാ ബൈന അഅ്യുനിൽ ജിന്ന് വഅൗറാത്തി ബനി ആദം. ആദമിൻ്റെ മക്കളുടെ നഗ്നതക്കിടയിലും ജിന്ന് വർഗത്തിനിടയിലുമുള്ള ഒരു മറയാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ബിസ്മില്ല എന്ന് പറഞ്ഞ് അവിടെ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ച് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയോ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനം, ആ ഭവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വലത് കാല് വെച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞാണ് പള്ളിയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത്. അതവിടെ നിന്ന് പറയണമെന്നല്ല. പള്ളിയിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ വലത് കാല് വെച്ച് കയറിപ്പോകുമ്പോൾ നമുക്ക് ചൊല്ലിത്തീർക്കാവുന്ന പ്രാർത്ഥനയാണ്. പള്ളി വിട്ടു പോകുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങണം, ബിസ്മില്ലാ എന്ന് പറഞ്ഞിറങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. വാഹനം കയറുകയാണ്, വാഹനം കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹു അക്ബർ 3 വട്ടം. ഇങ്ങനെയാണ് വാഹനത്തിൽ കയറേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ഇനി നോക്കൂ നിങ്ങൾ, വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ നിങ്ങൾ. ആ വീട്ടിൽ വൈകുന്നേരമായാൽ നമ്മുടെ വീടിൻ്റെ വാതിൽ അടക്കണം. സന്ധ്യ ആകുന്ന വൈകുന്നേരമാകുന്ന നേരത്ത് അതിങ്ങനെ മലർക്കെ തുറന്നിട്ട് ശൈത്വാന്മാർക്ക് കയറി നിരങ്ങാനുള്ള ഒരു സത്രമായി, ഒരു വിശ്രമ കേന്ദ്രമായി നമ്മുടെ വീട് മാറാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിസ്മി ചൊല്ലി വാതിലുകൾ നിങ്ങൾ അടക്കുക, വെള്ളപാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കുക, ബിസ്മി ചൊല്ലി മൂടിവെക്കുക, കാലിയായ പാത്രങ്ങൾ ബിസ്മി ചൊല്ലി നിങ്ങൾ കമഴ്ത്തി വെക്കുക. വിളക്ക്, തീ കൊണ്ട് കത്തിക്കപ്പെട്ട വിളക്കുണ്ടെങ്കിൽ, അടുപ്പിൽ അവിടെ അണയാത്ത തീയുണ്ടെങ്കിൽ അതൊക്കെ ബിസ്മി ചൊല്ലി നിങ്ങൾ അണച്ചു വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. എന്തിനാ സഹോദരങ്ങളെ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത്? അതിലൂടെ നമുക്ക് സുരക്ഷയാണ്, കാവലാണ്, രക്ഷയാണ് വിശുദ്ധ ഇസ്ലാം ഒരുക്കിയിട്ടുള്ളത്. തീർന്നില്ല. ഒരു കാര്യം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക, പാരായണം ചെയ്യുക. വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. നല്ലൊരു കാര്യം വായിക്കുമ്പോൾ, ഒരു ലേഖനം വായിക്കുമ്പോൾ, ഒരു നല്ല മെസ്സേജ്, ഒരു അറിയിപ്പ് നമ്മൾ വായിക്കുമ്പോൾ, ഖുർആൻ നമ്മൾ ഓതുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബിസ്മില്ലാ എന്ന നിലക്ക് അതിനെ ആരംഭിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ വുളൂഇൻ്റെ കൂടെയും ബിസ്മി ചൊല്ലണം എന്നാണ്. എല്ലാ കുളിയുടെ കൂടെയും ബിസ്മി ചൊല്ലണം എന്നാണ്. പ്രത്യേകിച്ച് ജനാബത്തുള്ളവൻ കുളിക്കുക, അതുപോലെ വെള്ളിയാഴ്ച കുളിക്കുക, ആഘോഷ ദിവസങ്ങളിൽ കുളിക്കുക, ബിസ്മി ചൊല്ലുക എന്നത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കിടക്കുന്ന നേരത്ത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വാഹിയ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാനിതാ ജീവിക്കുന്നു, ഞാനിതാ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിരിപ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ശരീരത്തിലൊരു വേദനയുണ്ട്, നമ്മുടെ ഭാര്യ വേദന പറയുന്നു, നമ്മുടെ മാതാപിതാക്കൾ വേദന പറയുന്നു, നമ്മുടെ മക്കൾ വേദന പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട്, അവിടെ കൈവച്ചുകൊണ്ട് വഖുൽ ബിസ്മില്ലാ, 3 തവണ ബിസ്മില്ലാ എന്ന് പറയുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി, ഒരങ്ങാടിയിലെത്തി, ഒരു ഗ്രാമത്തിലെത്തി, അയൽവാസിയുടെ വീട്ടിലെത്തി, കൂട്ടുകാർ ഇരിക്കുന്ന സ്ഥലത്തെത്തി, എവിടെ എത്തിയാലും എവിടെ ചെന്നിറങ്ങിയാലും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ, കണ്ടോ, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്ന ആ പ്രാർത്ഥന ചൊല്ലാൻ വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ ഈ പ്രാർത്ഥന ചൊല്ലാൻ നമ്മളെ പഠിപ്പിച്ചു. ഒരു ഉപദ്രവം നമ്മളെ ബാധിക്കുകയില്ല എന്നാണ്. അഥവാ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒന്ന് വീണു, ഒന്ന് വീഴാൻ പോയി, നമ്മുടെ നാവിലൂടെ വരുന്ന വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്? പിശാചിന് ഇഷ്ടമുണ്ടാക്കുന്ന, പിശാചിനെ മഹത്വവൽക്കരിക്കുന്ന പൈശാചിക വാക്കുകൾ നമ്മുടെ മനസ്സിലൂടെ വരാറില്ലേ? നമ്മുടെ നാവിൽ വരാറില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരമൊരു ഘട്ടമുണ്ടായി. ഒന്ന് വാഹനം മറിയാൻ പോയി, വാഹനത്തിൻ്റെ മുകളിൽ നിന്ന് വീഴാൻ പോയി. എന്താണ് പറയേണ്ടത്? കുൽ ബിസ്മില്ലാ,
അള്ളാന്റെ തീരുമാനപ്രകാരം ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഈച്ചയെപ്പോലെ പിശാച് ദുർബലനാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊരു നിസാരമായ ദിക്റല്ല. അതെന്താ ബിസ്മില്ല, അങ്ങനെ കാണേണ്ട ഒന്നല്ല. ഇത്രയും പ്രാർത്ഥനകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി നമ്മളെ പഠിപ്പിച്ചത്. കാരണം ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കൽ വിശുദ്ധ ഇസ്ലാം നമുക്ക് നിർദ്ദേശമായി, ഒരു കാവലായി തന്നിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തെ കാര്യമായി കാണാനും അതിൻ്റെ പൊരുൾ ഇതാണെന്ന് ഉൾക്കൊള്ളാനും വിശ്വാസികൾ സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ബിസ്മില്ല എന്നതിൻ്റെ യഥാർത്ഥ പൊരുൾ എന്താണ്, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒരുപാട് പൊരുത്തക്കേടുകളും സമൂഹത്തിലുണ്ട്. ബിസ്മില്ലയുടെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ അപകടകരമായ കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ ഉറക്ക ഓതുന്ന നിസ്കാരങ്ങളിൽ ബിസ്മി ഉറക്ക ഓതുക എന്ന രീതിയില്ല. ബിസ്മി ഉറക്ക ഓതുക എന്ന രീതിയില്ല. സ്വഹാബത്തിൻ്റെ നിസ്കാരം, ഇപ്പോൾ ഖുലഫായിൻ്റെ നിസ്കാരമൊക്കെ പറയുന്നിടത്ത് അൽഹംദുലില്ല കൊണ്ട് ആരംഭിച്ചു എന്ന് പ്രത്യേകം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബിസ്മി ഉറക്ക ഓതൽ നിസ്കാരത്തിൽ സുന്നത്താണ്, നബിചര്യയാണ് എന്ന നിലക്കും അത് ഓതാത്തവർ പുത്തൻവാദികളാണ്, ബിദഅത്തിൻ്റെ ആളുകളാണ്, അവരെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമല്ല, ആ നിലക്ക് പറയുന്നതും തെറ്റാണ്. അത് ബിദഅത്താണ്, ശരിയായ നിലപാടല്ല. ഇനി അഥവാ ഒരാൾ ബിസ്മി ഓതിയപ്പോൾ ഒന്ന് ശബ്ദം പുറത്തു വന്നു, അത് പ്രശ്നമുള്ള കാര്യമല്ല, അത് സ്വാഭാവികമാണ്. നമ്മൾ ഓതിപ്പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഉറക്കെയാകും, മൈക്കിലൂടെ അത് പുറത്ത് കേൾക്കും, അത് വിഷയമല്ല. മറിച്ച് ഇത് സുന്നത്താണ്, അങ്ങനെ ഓതണം എന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ, ആ നിലക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്. പിന്നെയോ ബിസ്മില്ല പ്രത്യേക എണ്ണം പറഞ്ഞ് പ്രത്യേക സമയം നിശ്ചയിച്ചുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ പരിഹരിച്ച് കിട്ടാൻ ഇത്ര എണ്ണം ബിസ്മില്ല, ഒരു കളൊക്കെ വരച്ചിട്ട് ഇന്ന ഇന്ന കളങ്ങളിൽ ബിസ്മില്ല എന്ന് എഴുതി വെക്കുക, ഇത്ര എണ്ണം ബിസ്മില്ല പറയുക, ഇന്ന ഇന്ന സമയങ്ങളിൽ പറയുക, അങ്ങനെ രീതി ഇസ്ലാമിലില്ല. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. കാരണം അതിലൂടെ ശിർക്ക് വളർന്നു വരുന്നു, അനാചാരങ്ങൾ വളർന്നു വരുന്നു, അന്ധവിശ്വാസങ്ങൾ വളർന്നു വരുന്നു. അത് വളരെ ഗൗരവകരമായ കാര്യമാണ്. അതേപോലെ തന്നെ പല അനാചാരങ്ങളും തുടങ്ങൽ ബിസ്മില്ല കൊണ്ടാണ്. ഇപ്പോൾ ദിക്ർ ഹൽക്ക, അതേപോലെ മൗലിദ് സരസ്സുകൾ, റാത്തീബുകൾ, അതേപോലെ ഇസ്ലാമിലില്ലാത്ത ആഘോഷങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ബിസ്മില്ല ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. ബിസ്മില്ല ഒരിക്കലും അനാചാരങ്ങളെ നബിചര്യയാക്കാനുള്ള ഒരു മറയല്ല. അത് പ്രത്യേകം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ ഉദാഹരണം പലിശക്ക് പൈസ വാങ്ങുന്ന ആളുകൾ ബിസ്മില്ല എന്ന് പറഞ്ഞു വാങ്ങിയാൽ പലിശ ഹലാലാകൂല. കള്ള് കുടിക്കുന്ന ഒരാൾ ബിസ്മില്ല എന്ന് പറഞ്ഞു കുടിച്ചാൽ കള്ള് വെള്ളം കുടിക്കുന്ന പോലെ ആകൂല. നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളെ ഹലാലാക്കാനുള്ള ഒരു മാനദണ്ഡമല്ല ബിസ്മില്ല എന്ന് കൂടി മനസ്സിലാക്കണം. അതുപോലെ 786 പ്രാവശ്യം ബിസ്മില്ല ചൊല്ലിയാൽ ആഗ്രഹങ്ങളൊക്കെ സഫലമായി കിട്ടും, അതേപോലെ എന്ത് സാഫല്യവും നടന്നു കിട്ടും, അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല. 786 എന്നതിന് ബിസ്മിയുടെ അർത്ഥമായി എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ ഈ ആത്മീയ തട്ടിപ്പിൻ്റെ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് 786 എന്ന ആ 3 അക്കങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഇസ്ലാമിലില്ല, ഒരു പ്രാധാന്യമില്ല. അത് എവിടെ കണ്ടാലും, പള്ളിൻ്റെ മുകളിൽ കണ്ടാലും, കലണ്ടറിൽ പ്രിൻ്റ് ചെയ്ത് കണ്ടാലും, എവിടെ കണ്ടാലും, വാഹനത്തിൽ തൂക്കിയിട്ടാലും ഒന്നും അതിലില്ല.
ഒരു വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ പൊരുത്തപ്പെട്ടു പോകാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്നുകൂടി ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് 10ാം ക്ലാസ് വരെയുള്ള അഥവാ 5, 6 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങൾ, അതേപോലെ ലഹരിയുടെ വ്യാപനം, അതേപോലെ അധർമ്മങ്ങൾ, ഇതൊക്കെ മല പോലെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഒരു വെളിച്ചം, ഒരു തെളിനീര് കൊടുക്കുക എന്നത് ധാർമ്മിക ബോധം മരിച്ചിട്ടില്ലാത്ത ഏതൊരാളുടെയും കടമയാണ്. അതുകൊണ്ട് വിസ്ഡം സ്റ്റുഡൻസ് ഒരുക്കുന്ന CRE എന്ന് പറയുന്ന മതപഠന സംവിധാനം ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ഇവിടെ നടക്കും. അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുണ്ടാകും. നമ്മളെല്ലാവരും അതുമായി ബന്ധപ്പെടണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ പള്ളിയുടെ നടത്തിപ്പിനാവശ്യമായ കളക്ഷൻ ഇതുപോലെയുള്ള അവസരങ്ങളിലാണ് എടുക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹകരണം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും നമ്മുടെ പങ്കാളിത്തം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, മക്കൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.